കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് 14 ദിവസം നമ്മുടെ ഗവൺമെൻറ് എല്ലാം കറക്റ്റ് പ്ലാനിങ് ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ആർമിക്ക് അങ്ങ് വിട്ടുകൊടുത്തു. ഇനി നിങ്ങൾ ചെയ്തു. നിങ്ങൾ കൃത്യമായിട്ട് 6 ക്യാമ്പുകൾ വേണ്ട 6 ക്യാമ്പുകൾ, ഇനിയുണ്ട് 10-21 ക്യാമ്പുകൾ, എല്ലാം ചെറുതാണ്. മെയിനായിട്ടുള്ള VIP മൗലാന മസൂദ് പോലുള്ള ആളുകളും ഫാമിലിയും താമസിച്ചിരുന്ന ക്യാമ്പുകളൊക്കെ അടിച്ചു നടത്തും. പക്ഷെ അവനെ പട്ടിയെന്ന് വിളിക്കാനും പറ്റില്ല, കാരണം എനിക്ക് പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും നന്ദിയുള്ള വർഗ്ഗങ്ങളാണ് ഈ പട്ടിക്കുട്ടികൾ. അവനെ എനിക്ക് പട്ടിയെന്ന് വിളിക്കാനും പറ്റില്ല. അവനെ ശരിക്കും പറഞ്ഞാൽ ആ അസീം മുനീർ എന്ന് പറയുന്ന ആർമി ചീഫിന് അവൻ പന്നിക്ക് പറഞ്ഞിട്ടുള്ള തലയ്ക്ക് യാതൊരു ഓളവുമില്ല. ഒരു രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കേ. എൻ്റെ യൂട്യൂബ് ചാനലിന് 2 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കല്ലേ, കാരണം അത് രാജ്യദ്രോഹപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അവൻ്റെ ഫൈനാൻഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 0 ആണ്. ഇവൻ്റെ കച്ചവടം എന്തായിരുന്നു? ഡ്രഗ്സ്, ടെററിസം. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫൈൻ പ്ലസ്. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ദേശഭക്ത സിനിമകളിലൂടെ മലയാളികളുടെ രക്തം തിളപ്പിച്ച സംവിധായകരും നടനുമായ മേജർ രവി സാറാണ്. വെൽക്കം സർ. താങ്ക് യു സർ. യുദ്ധം ഏകദേശം തീരാൻ പോവുകയാണ്. എൻ്റെ പുറത്ത് കാണാനില്ലേ? അതെ, വളരെ സന്തോഷമാണ്. ഒരു യുദ്ധം, അത് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാം, ഒരു യുദ്ധം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വികാരങ്ങളും അത് മാത്രം കൊണ്ടൊരു യുദ്ധം ജയിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിവേകം, ഇത് എങ്ങനെ ഞാൻ അടിക്കണം. അപ്പം നമ്മളൊക്കെ അക്കാഡമിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പ്ലാനിങ്. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു യുദ്ധത്തിന് നമ്മൾ പോകുന്ന സമയത്ത് ശത്രുവിൻ്റെ കയ്യിൽ എന്താണുള്ളത്, എൻ്റെ കയ്യിൽ എന്താണുള്ളത്, ഇതിനെ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ബേറസ്റ്റ് മിനിമം കാഷ്വാലിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ അങ്ങോട്ട് അടിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ശക്തമാവണമെങ്കിൽ എന്ത് വേണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഈ ന്യൂസ് വന്ന സമയത്ത് ഐ എം വെരി ഹാപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിക്കേണ്ടത് അടിച്ചു. അത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് 14 ദിവസം നമ്മുടെ ഗവൺമെൻറ് എല്ലാം കറക്റ്റ് പ്ലാനിങ് ചെയ്ത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ആർമിക്ക് അങ്ങ് വിട്ടുകൊടുത്തു. ഇനി നിങ്ങൾ ചെയ്തു. അപ്പം എന്താണ്, ഇൻ്റർനാഷണൽ തലത്തിൽ നമ്മളെല്ലായിടത്തും സ്ട്രോങ് ആക്കി. ആരും നമ്മളെ ഒപ്പോസ് ചെയ്യില്ല, നമ്മളെ കുറ്റം പറയില്ല. ആർമി ആ സമയമായപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് ബോർഡറിൽ കൊണ്ടുവരുത്തി. നിങ്ങൾ ചോദിക്കും എന്ത് പ്രിപ്പറേഷൻ. നമ്മളൊരാളെ അടിക്കാൻ പോകുന്ന സമയത്ത് അയാളെ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അയാളെ അടിക്കേണ്ടത്. അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ ആഘാതം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടു മച്ച്. അതാണ് നമ്മൾ ചെയ്തത്. ഇവർ എക്സ്പെക്റ്റ് ചെയ്തത് എന്തായിരുന്നു? POKയിൽ ഇവരുടെ ക്യാമ്പുകളിൽ കയറിയിട്ട് അടിക്കും. പക്ഷെ ആ ക്യാമ്പ് എവിടെ എന്നുള്ളത് ഇവർ തീരുമാനം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് 6 ക്യാമ്പുകൾ വേണ്ട 6 ക്യാമ്പുകൾ, ഇനിയുണ്ട് 10-21 ക്യാമ്പുകൾ, എല്ലാം ചെറുതാണ്. മെയിനായിട്ടുള്ള VIP മൗലാന മസൂദ് പോലുള്ള ആളുകളും ഫാമിലിയും താമസിച്ചിരുന്ന ക്യാമ്പുകളൊക്കെ അടിച്ചു നടത്തും. അപ്പം അന്നിവിടെ മാഞ്ഞുപോയ സിന്ദൂരത്തിനുള്ള ഉത്തരം ഓപ്പറേഷൻ സിന്ദൂരിൽ കൂടെ അവൻ്റെ ഫാമിലീനെ അടിച്ചുകൊണ്ട് നമ്മളെടുത്ത് അവനെ ജീവനോടെ വിട്ടിട്ടുണ്ട്. ഇവിടെ അവരെന്താ ചെയ്തത്? പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ട് ഭർത്താക്കന്മാരെയും അച്ഛന്മാരെയൊക്കെ കൊന്നിട്ട് പോയി. നമ്മളവിടെ എന്താ ചെയ്ത്? അവരുടെ പെൺകുട്ടികളാണ് പോയിട്ട് അടിച്ചിരിക്കുന്നത്. അവരുടെ ഫാമിലീനെ ഇങ്ങ് വൈപ്പ് ഔട്ട് ചെയ്തു. ഇനി നീ ഇരുന്ന് കരയുക. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്, മെൻ്റലി നമ്മളൊരു ഇമ്പാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മൾ താഴത്ത് ഓപ്പോസിറ്റ് ടു ദ ബോർഡർ LOC എന്ന് പറയുന്നത് ഒരു സ്ഥലം, അത് അവസാനിക്കുന്നത് ജമ്മുവിലാണ്. ഷം സെക്ടറിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോർഡർ തുടങ്ങും. ബോർഡർ എന്ന് പറയുന്നതാണ് നിങ്ങൾ സിനിമയിൽ കാണുന്ന കമ്പിവേലികളും വാച്ച് ടവറുകളും ഇതെല്ലാം ഉള്ളത്. BSFകാർ പ്രൊട്ടക്ട് ചെയ്യുന്ന, ആർമിക്കാരല്ലാതെ. ഇപ്പുറത്തെ LOCയിൽ മുഴുവൻ ആർമിക്കാരും, ചില സ്ഥലങ്ങളിൽ മാത്രം. കാർഗിലൊക്കെ കാക്സൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കുറച്ച് BSFൻ്റെ ഒരു പോസ്റ്റുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ആർമിക്കാരായിരിക്കും നോക്കുന്നത്. അപ്പം അവിടെയും നമ്മളൊരു 3 ഇട്ട് കൊടുത്തു. ഇവിടെയും ഞങ്ങൾ റെഡിയാണെന്നുള്ളത്. അപ്പം ബിക്കാനീർ സെക്ടർ, ആ ഡിസർട്ട് സെക്ടർ, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തുകൊണ്ട് അടിച്ച് 2 ദിവസം നമ്മൾ കൃത്യമായിട്ട് അടിച്ചു. അതിനവർ ചെറിയ ചൊറിച്ചിലുകൾ തുടങ്ങി നമ്മൾ ശരിക്കിട്ട് മാന്തിക്കൊണ്ടിരുന്നു. ഈ മാന്തൽ മുഴുവൻ എന്താണ്? നമ്മൾ ഈ ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല, LOCയും ക്രോസ് ചെയ്തിട്ടില്ല, ഇപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും അധികം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എയർ ഡിഫൻസ് ഫോഴ്സിനാണ്. എയർ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിലറി വെപ്പൺസ് പണ്ട് ആർട്ടിലറിയുടെ അണ്ടറിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവർ സെപ്പറേറ്റ് എയർ ഡിഫൻസ് ആയിട്ടുണ്ട്. ആ എയർ ഡിഫൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. ഒറ്റ ഡ്രോണോ അല്ലെങ്കിൽ മറ്റൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാതെ അവരവിടെ തന്നെ എയറിൽ തന്നെ ഇട്ടിട്ട് സോർട്ട് ഔട്ട് ചെയ്തു. നമുക്ക് എയർഫോഴ്സിൻ്റെ ഒന്നും മിസൈലുകളൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല.
ഫോറിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടിച്ചിട്ടത് അത് എയർഫോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന സാധനം. അപ്പം കൃത്യമായ പ്ലാനിങ്ങിൽ റെഡിയായിട്ട് നിൽക്കണം. ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. എന്തായിരുന്നത്? ഇന്ത്യ ഈസ് റെഡി ടു ഗോ ഫോർ ദ ആക്ട് ഓഫ് വാർ. ആക്ട് ഓഫ് വാർ എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ പേരെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ നോക്കില്ല അവിടെ നിൽക്കുന്ന സ്ത്രീകളാണോ കുട്ടികളാണോ സ്കൂളാണോ അമ്പലമാണോ പള്ളിയാണോ ഒന്നുമില്ല. ആക്ട് ഓഫ് വാർ, മിലിറ്ററി ഇൻസ്റ്റാളേഷനാണോ, വി ആർ നോട്ട് ബോതേഡ്, വി വിൽ ജസ്റ്റ് ബൊംബാർഡ് എവറിത്തിങ് ആൻഡ് ഗോ ഓൺ. ഇത് പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ്റെ ആ ഒരു സോറി അങ്ങനെയുള്ള വേർഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവനെ പട്ടിയെന്ന് വിളിക്കാനും പറ്റില്ല. കാരണം എനിക്ക് പട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്രയും നന്ദിയുള്ള വർഗ്ഗങ്ങളാണ് ഈ പട്ടിക്കുട്ടികൾ. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് 3 എണ്ണം. അപ്പം അവനെ എനിക്ക് പട്ടിയെന്ന് വിളിക്കാനും പറ്റില്ല. അവനെ ശരിക്കും പറഞ്ഞാൽ ആ അസീം മുനീർ എന്ന് പറയുന്ന ആർമി ചീഫിന് അവൻ പന്നിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ബിക്കോസ് ഒരു രാജ്യത്തിൽ നിനക്ക് സ്വേച്ഛാധിപത്യം, നിനക്ക് ഭരണം പിടിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചില പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ട് ഉടക്കുണ്ടാക്കി ഒരു പിടിക്കുക. പക്ഷെ ഒരു യുദ്ധസമാനമായിട്ടുള്ള രീതിയിലോട്ട് കൊണ്ടുപോയിട്ട് നീ ആ രാജ്യക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയാലും വേണ്ടില്ല എനിക്ക് അധികാരം പിടിക്കണമെന്നും പറഞ്ഞ് പോയിട്ടുള്ളവൻ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഗവൺമെൻറ്റോടൊന്നല്ല, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയും, ഈ സീസ് ഫയറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു എഗ്രിമെൻറ്റ് വേണം ആ ആർമി ചീഫിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവനെ നിങ്ങൾ തന്നെ കോർട്ട് മാർഷൽ ചെയ്യുക, അല്ലെങ്കിൽ അവനെ അവിടെ ഉള്ളിൽ തന്നെ ഒരു അന്തർസംഘർഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് നല്ലൊരു സൈനാണത്. അപ്പം ആ ആളുകൾ അവനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് തന്നെ, കാരണം ആർമിയുടെ പവർ അതോടെ അങ്ങ് തീരും. ആർമി പിന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരും. ഇപ്പം എന്താണ് ആർമിയുടെ അണ്ടറിലെ ഗവൺമെൻറ്. അപ്പം ഇവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ദ ഡെമോക്രസി വിൽ ബി പവർഫുൾ ആൻഡ് ജനങ്ങൾ ശക്തമായിട്ട് അവർക്ക് എതിർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർമിയുടെ പവർ കഴിഞ്ഞു. അവിടെ തന്നെ ഇടയിൽ പറയുന്നതായിട്ട് കേട്ടിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂറോപ്പിലൊക്കെ വസ്തു, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടതാണ്. അത് നല്ല ലാംഗ്വേജാണ് നാട്ടുകാർ യൂസ് ചെയ്ത്. നിങ്ങൾ आप लोग तो बस उसको खुजला के चला जाएगा, फॉरेन में जाके बैठेगा और हमारी तो आके ले लेगा. ഇതാണ് അവന്മാർ പറഞ്ഞിരുന്ന വാക്കുകൾ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരിക. പാവപ്പെട്ടവനൊരു നിസ്സഹായ അവസ്ഥയായിരുന്നു ആ പാകിസ്ഥാനിലെ ആളുകളെ കണ്ടത്. ഇപ്പം നമ്മൾ വളരെ സന്തോഷത്തിൽ പറയുന്നത് എന്താ അറിയും, യുദ്ധം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. പക്ഷെ യുദ്ധം വന്നാൽ പട്ടാളക്കാർ നേരെ മുമ്പ് നിൽക്കും. കാരണം ഏറിയ പങ്ക് ഒരുവിധം എല്ലാ ആൾക്കാരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജിയെ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു ഫാഷനായി മാറിയിരിക്കുന്നു. അതിനുള്ളത് ചിലതെല്ലാം നടത്തിയിട്ട് ഇപ്പോൾ തന്നെ ചാനലടക്കം പൂട്ടിയിട്ട് നടക്കുന്നുണ്ട്. അതുപോലുള്ള രാജ്യദ്രോഹികളും രാജ്യദ്രോഹികൾക്കെല്ലാം ഇത് കഴിഞ്ഞിട്ട് ഇനി പണിയുണ്ടായിരിക്കും. കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു രാജ്യം യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് സ്റ്റാൻഡ് ടുഗദർ. ഓരോരുത്തരുടെയും മൊറാൽ എന്ന് പറയുന്നത് നിൻ്റെ മൈൻഡിൽ എന്താണ്, എൻ്റെ മൈൻഡിൽ എന്താണ്, ആ കുട്ടിയുടെ മൈൻഡിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ രക്തം തിളയ്ക്കുന്നത് ചിലപ്പം വേണ്ട എനിക്ക് വല്ലതും സംഭവിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിക്കത് അല്ല. സാർ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ കുറേ കാണുക. എല്ലാവരുടെയും വികാരം വേറൊരു രീതിയിലായിരിക്കും. നമ്മളെ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കണം എന്നുള്ളത്. ഇത് ഒരു ക്രിക്കറ്റ് മാച്ച്, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് തന്നെയാണത്. നിന്നെ ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മോനെ. നീയോ മറ്റേ ഞങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റിലൊക്കെ വല്ലപ്പോഴും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സങ്കടപ്പെടുന്നുണ്ട്. യുദ്ധത്തിൽ ഒരിക്കലും അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും പവർഫുള്ളാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഇരുന്ന് ചൊറിയുമ്പോൾ, കാരണം അവൻ്റെ ഫൈനാൻഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സീറോ ആണ്. ഇവൻ്റെ കച്ചവടം എന്തായിരുന്നു? ഡ്രഗ്സ്, ടെററിസം. ഇത് രണ്ടും ഇപ്പം ഓടുന്നില്ല. ഡ്രഗ്സ് അവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടുന്നില്ല, അവന്മാർ ബ്ലോക്ക് ചെയ്തു, അവർ വേറെ റൂട്ട് കൂടെ വിട്ടു. അപ്പോൾ ഇതും നടക്കില്ല. ടെററിസ്റ്റുകൾ അവർക്ക് കിട്ടുന്നില്ല. അഫ്ഗാനിസ്ഥാൻ അവരുടേതായിട്ടുള്ള കച്ചവടം നടത്തുകയാണ്. അവർ കുറച്ചുകൂടെ സമാധാനപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ഈ അൽഖ്വയ്ദ എന്ന് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ റിപ്പോർട്ട് വന്നല്ലോ, അന്ന് ഞാൻ പറഞ്ഞു അവന്മാർ ഫിനിഷ്ഡ്. കാരണം അൽഖ്വയ്ദയ്ക്ക് ഫുൾ വേൾഡിൽ ശത്രുക്കളാണ്. അമേരിക്കയ്ക്ക് അൽഖ്വയ്ദ എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ എവിടെ കിട്ടിയാലും തട്ടിക്കളയും. അവരുടെ ട്വിൻ ടവർ അവർക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണത്. അപ്പോൾ എല്ലാം കൊണ്ടും പാകിസ്ഥാൻ്റെ ഒരു റോങ് മൂവായിരുന്നു. ആ മൂവിനെ നമ്മൾ കറക്റ്റായിട്ട് സമന്വയം പാലിച്ച് ശക്തമായി സ്ട്രോങ്ങായി ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് ഇതുപോലെ ചില പുഴുക്കുത്ത് രാജ്യദ്രോഹികളായിട്ടുള്ള ചാനലുകാരന്മാരും ഒന്നോ രണ്ടോ സിനിമ ആക്ടേഴ്സ് എന്നും പറഞ്ഞ് നടക്കുന്ന ആക്ടേഴ്സ് എന്നുള്ളത് എനിക്കറിയില്ല. അതും പെൺകുട്ടികൾക്ക് ഇവർക്കെല്ലാം തലയ്ക്ക് യാതൊരു ഓളവുമില്ല. ഒരു രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കേ.
എൻ്റെ യൂട്യൂബ് ചാനലിന് 2 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കല്ലേ, കാരണം അത് രാജ്യദ്രോഹപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം നാഗ്പൂർ എന്ന് ഒരുത്തനെ പിടിച്ച അറസ്റ്റിൽ, അത് നാഗ്പൂരിൽ യുപിയിലവിടെ അതെ ഒരു മലയാളി. അതെ ഇതൊക്കെ കാരണം ഫുൾ ഇൻ്റലിജൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അപ്പം നിങ്ങൾ ഒരു രാജ്യത്തെ പട്ടാളക്കാരവിടെ ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് ഡോണ്ട് ഡീമറലൈസ് ദം. ഒറ്റക്കൊടിക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ്. അവരും കാണുമല്ലോ അത്. അതെ ഈ യൂട്യൂബ് അവിടെയുണ്ട് വാട്സപ്പും കാര്യങ്ങളൊക്കെ. കാരണം ഇതായിരിക്കും മൂഡ്, ഇവർക്ക് വേണ്ടിയാണോ, ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ നിൽക്കുന്നത്. ആ സമയത്ത് കാണുമ്പോഴേക്കും ചിലപ്പോൾ അവൻ വെടിയും കൊണ്ടുപോകാൻ മരിച്ചു പോകുന്നു. സോ ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഇതുപോലുള്ള ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞിട്ട് തൊള്ളത്ത് രാജ്യദ്രോഹപരമായിട്ടുള്ള ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്നെക്കുറിച്ച് പലതും തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ച മുന്നേ 4 ആഴ്ച മുന്നേ എന്നോട് ആരോ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരുത്തൻ തെറി വിളിച്ചിട്ടുണ്ട്, അതാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ വിടാതെ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് പറയാനുള്ള ലൈവും പറഞ്ഞിട്ടങ്ങ് പോകും. താഴത്തെ കമൻറ്റുകളൊക്കെ എനിക്ക് കാണാം. ഞാൻ നല്ല കമൻറ്റൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ അത് തെറിയായിരിക്കും, എയറിൽ കയറ്റി നിർത്തും. ഐ ഡോണ്ട് കെയർ. നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് കൂടുതൽ ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇത് എന്താണെന്ന് ഞാൻ എന്തുകൊണ്ട് ഈ കമൻസ് വായിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് നീ ഇപ്പം എൻ്റെ താഴത്ത് എഴുതിയിട്ട് എന്നെ കുറേ തെറിടിച്ച് ഞാനിതിൻ്റെ പ്രൊഫൈലിൽ പോവാണ്, എൻ്റെ സമയം കളയണത് ഒരു കാര്യമില്ല. അതിൽ പോയി നോക്കുമ്പോൾ കാണാം അത് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. എൻ്റെ 3 സെക്കൻഡ് 4 സെക്കൻഡ് പോയാൽ ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദിസ് നെഗറ്റീവ് വേർഡ്സ്. പറയുന്നവർ പറയട്ടെ, ട്രോൾ വന്നു കഴിഞ്ഞാൽ കണ്ടോ വിട്ടേക്ക്. ഐ ഡോണ്ട് കെയർ ഫോർ ഇറ്റ്. അവരെ വലുതായിട്ട് ആൾക്കാർക്ക് അറിയില്ലായിരിക്കാം. സാർ കമൻറ്റ് ചെയ്യുന്നതോടുകൂടി അവർ പ്രശസ്തനും കൂടെ ആവും. അങ്ങനെയുണ്ട്. അതാണ് ഞാൻ ഇവനെ വിട്ടത്. അത് കഴിഞ്ഞ് മോഹൻലാൽ സാറിനെയും കുറിച്ച് പറയുന്നത് ലാൽ സാർ എനിക്ക് അയച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു, ലാൽ സാർ റിലാക്സ്, പട്ടാളത്തിൻ്റെ അത് ഇതെന്നൊക്കെ എല്ലാം പറഞ്ഞു. ഇവന് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് 5 റഫാൽ വീണു, മറ്റത് എന്നിട്ട് എയർ മാർഷൽ. ഇത് കേട്ടപ്പോഴാണ് ഞാൻ പറയും, ഏത് എയർ മാർഷലാണ് ഇവന് ഇൻഫർമേഷൻ കൊടുക്കുക? ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന എൻ്റെ ബാച്ച്മേറ്റ്സാണ് ഒന്ന് ആർമി കമാൻഡ് ചെയ്യുന്നിട്ടുള്ളത്, ജനറൽ ദ്വിവേദിയും എൻ്റെ ഒറിജിനൽ ഇതും. പിന്നെ ഞാൻ 6 മാസം തോറ്റിട്ട് പിന്നെ പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അത് എൻ്റെ കൂടെ പാസ് ഔട്ട് ആയിട്ടുള്ള സുചീന്ദ്രാണ് നോർത്തേൺ ആർമി കമാൻഡ് ചെയ്യുന്നത്. കാശ്മീർ മുഴുവൻ കമാൻഡ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഞങ്ങളിപ്പോൾ ഈ ജൂൺ 8-ാം തീയതി ഒരു ഗെറ്റ് ടുഗദർ എല്ലാം പ്ലാൻ ചെയ്ത് ഗ്രൂപ്പിലൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. എനിക്കും അതുപോലെ ഈ സമയത്ത് സുജി ക്യാ പറ എന്താണെന്നുള്ളത് ഐ ഷുഡ് നോട്ട് ആസ്ക്. ഞാൻ അവിടെയുള്ള എന്നെ അറിയുന്ന പട്ടാളക്കാരെ പോലും ഞാൻ വിളിക്കുന്നില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ അവൻ്റെ വായന എക്സൈറ്റ്മെൻറ്റിൽ സാർ ഇന്നത് നടന്നു, അത് ലീക്കായി, അവന് പ്രശ്നമാവും. അതെ, ഒറ്റ ആൾക്കാരെ ഞാൻ വിളിക്കില്ല. വാട്സപ്പിൽ ചിലപ്പോൾ മെസ്സേജ് അയക്കും, ഐ ഹോപ്പ് യു ആർ ഫൈൻ. അവർ ഫൈൻ സർ, താങ്ക് യു, ദാറ്റ്സ് ഓൾ. അവിടെയാണ് ഇവൻ്റെ അടുത്ത് എയർ മാർഷൽ പറഞ്ഞത്ര 6 റാഫേൽ പോയി 5 റാഫേൽ പോയി എന്നുള്ളത്. ഇവനെന്ത് പബ്ജി കളിക്കുകയായിരുന്നു. അതെ 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 അതെ. ചിലപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ ആയിരിക്കും, അവിടെ നിന്ന് കിട്ടിയ കിളി പോയിട്ടേ അതെ എയർ മാർഷലിനെ കണ്ടു എന്നൊക്കെയാണ് തോന്നിയതായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ എയർ മാർഷലിൻ്റെ പേര് ഇയാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഡിമോറലൈസ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ പറയാൻ പറ്റുമെങ്കിൽ ആ എയർ മാർഷൽ സർവീസിലുണ്ടെങ്കിൽ അയാളെ കോർട്ട് മാർഷൽ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ഇന്ന് സാധിക്കും, ദൈവം അനുഗ്രഹിച്ചിട്ട്. അപ്പോൾ അതൊന്നും ഇല്ല. ഈ വെറുതെ അടിക്കുക ആൾക്കാരുടെ. ഞാൻ എൻ്റെ ഫ്രണ്ട് എയർ മാർഷലിൻ്റെ അടുത്ത് വിളിച്ചു. ഒരു എയർ മാർഷൽ ഇവൻ്റെ നിന്ന് കോൾ ഉണ്ടാ വിളിക്കില്ല. ഒന്നാമത്തെ എൻ്റെ പേര് തന്നെ മഹാമോശമാണ്. തേൽക്ക സാമൂൽ എന്നാണ് ഇതിൻ്റെ പേര്. അതെന്തായാലും അന്ന് പെൺകുട്ടികളെ വെച്ചാൽ ഇതിൻ്റെ എല്ലാം റെക്കോർഡും എവിഡൻസും എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാനിതിന് ആക്ഷൻ എടുക്കാൻ നിന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പറയുന്നത് ഒരാൾ പലരും എനിക്കെടുത്ത് സാധനം വിത്ത് വോയിസും ക്ലിപ്പിങ്ങും കണ്ടു. ഞാൻ ഇത്രയും വൃത്തിയായിട്ടാണത്. എന്ത് ചെയ്തിട്ടും പൈസ ഉണ്ട്. ഇപ്പോഴും ക്രൗഡ് ഫണ്ടിങ് ചെയ്യാണ്. ഇനി ക്രൗഡ് ഫണ്ടിൽ പൈസ ഇടുന്നതിനടക്കം നോട്ട് ചെയ്യപ്പെടും. കാരണം ഇങ്ങനെ രാജ്യദ്രോഹമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ചാനലുകാരന് പൈസ കൊടുക്കുന്നത്, ദാറ്റ് മീൻസ് യു ആർ ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എനിക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചോ എന്നുള്ളതാണ്. യെസ്, എനിക്കൊരു ചോദ്യം ചോദിച്ചു. പാകിസ്ഥാൻ ഇതോടൊപ്പം മറ്റൊരു അടിയും കൂടെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഇനി നിങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഡോൽ പറഞ്ഞിരുന്നു നിങ്ങൾ 3 കഷ്ണമായിട്ട് മാറുമെന്ന്. ബലൂചിസ്ഥാൻ്റെ കാര്യം എന്താവും സാർ? ബലൂചിസ്ഥാൻ്റെ ഓൾറെഡി അവരുടെ കൊടി അവിടെ പൊക്കി കഴിഞ്ഞു. ഇതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്ന ആർക്കാണെന്നറിയും. ഈ ഒരു ഇതിൽ പാകിസ്ഥാൻ എല്ലാം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ അവർ കൺട്രോളായിരുന്നു. അവരവിടെ കൊടി പൊക്കി. ഈ മിനിഞ്ഞാന്നാലാണ് അവർ കൊടി പൊക്കി. കാരണം അവിടെ പട്ടാളക്കാരില്ല. അപ്പോൾ അതിലൂടെ എല്ലാറ്റിയും കൊണ്ട് ഇവിടെ കൊണ്ടു ഇറക്കി. അപ്പുറത്തെ അഫ്ഗാനിസ്ഥാൻ പസ്തൂൺ ഏരിയയിൽ അവർ നല്ല മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവന്മാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഈ 3 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാം. അവരുടെ മാനം, അഭിമാനം, പൈസ എല്ലാം പോയി. ഒരു കാര്യമില്ലാതെ ആ അടി നമ്മളെ POKയിൽ പോയി അടിച്ചു, തിരിച്ചു വന്നു.
ഓക്കെ താങ്ക് യു, നീ അടിച്ചു, ഞാൻ അടിച്ചു, നീ അടിച്ചു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പന്നീന്ന് വിളിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്ന ആർമി ചീഫ്, അവൻ്റെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് എന്താവും എന്നുള്ളതിലും അവൻ ചിന്തിച്ചില്ല. അവൻ പറഞ്ഞതാണ് ഹിന്ദു മുസ്ലിം എന്നുള്ള പേര് നീ ഇവിടെ പറയണമെന്നുള്ളത്. അത് അവിടുത്തെ വേറൊരു ആർമിക്കാരൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം ഇവനാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതവിടെ പോയി പറയണം, ഹിന്ദുവിനെ കൊന്ന് മുസ്ലിം എന്നുള്ള ആ കമ്മ്യൂണൽ റൈറ്റിൻ്റെ ഫീൽ. ഇത് കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ജനങ്ങൾ വിചാരിക്കുക ഓ അവിടെ ഹിന്ദുക്കളെ നോക്കിക്കൊന്നു, വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ഇഷ്യൂസ് ഉണ്ടാക്കാം, കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കാം. അപ്പം ഇത്രയും നെറികെട്ട ഈ പന്നീനെ നമ്മൾ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പാടില്ല. അതിനുശേഷം പഞ്ചാബിൽ ശ്രമം നടത്തി. അതുമല്ല, വേറെ അപ്പുറം ശ്രമം നടത്തിയ എന്താണ്, അവൻ സർദാർമാരെ കൂട്ടുപിടിക്കാൻ നോക്കി. കാനഡയിലുള്ള സർദാർമാർ, അതുപോലെ തന്നെ കാശ്മീരിലുള്ള മുസ്ലിംസ് എന്നാണ് പറഞ്ഞിട്ടാണ് അവൻ അവർക്ക് വേണ്ടിയിട്ടാണ്. കാനഡയിലുള്ള സർദാർമാരാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ. ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൂട്ടുപിടിച്ചിട്ടായിരുന്നു ഇവനായിരുന്നു കുറേ ഫണ്ടിങ്, മറ്റേ ഖാലിസ്ഥാൻകാരുടെ ഫണ്ടിങ് വന്നിട്ട് ഈ കർഷക സമരം അടക്കം നടത്തിയിരിക്കുന്നത് എല്ലാം ഇതൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഖാലിസ്ഥാൻകാർക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല, അത് നടക്കില്ല. അത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫാക്ട് സംതിങ് എൽസാണ്. അവിടെ സ്കോച്ചും കൊണ്ടുവന്നിട്ട് പിള്ളേരെല്ലാവരും കൂടെ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് നടക്കുക എന്നുള്ള ഒരു സമരത്തിൻ്റെ ഒന്നല്ല നമ്മളവിടെ കണ്ടത്. സോ രാജ്യത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള മാത്രമായിരുന്നു സർദാർമാരുടെയും പ്രശ്നം ഉണ്ടാകുക. സർദാർ അല്ലാതെ ഖാലിസ്ഥാനി ലിബറേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന, കാരണം ഞാൻ ആ സമയത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ എത്രയോ മിലിറ്റൻസിനെ ഓപ്പറേഷനിൽ കൊന്നിട്ടുള്ളതാണ് ഈ 87-89 കാലങ്ങളിൽ. അന്ന് KPS ഗിൽ അവിടെ പോലീസ് ചീഫായിരുന്ന സമയത്ത് ആണ് നമ്മൾ പഞ്ചാബിൻ്റെ ടെററിസം കൺട്രോളിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ NSGക്കാർ ഒരു ടീമായിട്ട് ഇപ്പം പഞ്ചാബിൽ അമൃത്സറിൽ പോയി ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പോയിട്ട് DGP പോയി സല്യൂട്ട് അടിച്ചു. So my team has come, sir. I have taken over from Captain so-and-so. Now onwards I'll be there, sir. ഞാൻ ഇന്ന സ്ഥലത്താണെന്നുള്ള ബ്രീഫിംഗ് മുഴുവൻ കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ അദ്ദേഹം തരുന്നൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. വളരെ സീരിയസ്ലി ലുക്കിംഗ് മാൻ, ഹ്യൂമറസ് ആയിരുന്നു. പക്ഷേ ആ സീരിയസ് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം ഹി മീൻ ബിസിനസ്. അധികം ഒച്ചയിടില്ല, ശബ്ദം ഉണ്ടാക്കില്ല. അങ്ങനെ പറഞ്ഞ് ദേക്ക് രവീന്ദ്രൻ, अगर एक वेपन, एक हथियार और उसके अगल बगल में 12, 13, 15, 20 या जिन्ने भी हो उड़ा देना. ഒരു വെപ്പൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും എത്ര പേരുണ്ട് അത് നോക്കണ്ട, തട്ടിക്കളാവുന്നത്. എന്തിനാണ് ആ വെപ്പനുള്ളവൻ്റെ കൂടെ യുവമാർ വന്നതെന്ന്? ദാറ്റ് മീൻസ് ദേ ആർ ഓൾസോ സപ്പോർട്ടിങ് ദിസ് ഗൈ. ഈ ഒരു ആക്ഷൻ നമ്മൾ തുടങ്ങിയപ്പോഴാണ് പിന്നെ വെപ്പനുമായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൻ നേരെ വന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ. കാരണം എൻ്റെ കടയിൽ വന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും നമ്മൾ പോകുന്നത്, ആ കട മുഴുവൻ അടിച്ച് കളയും. അങ്ങനെയാണ് 2 വർഷത്തിനകത്ത് അവിടുത്തെ മിലിറ്റൻസി വൈപ്പ് ഔട്ട്. ഓക്കെ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് KPS ഗില്ലിനെ പലരും പറഞ്ഞത് KPS ഗില്ലിനെ കാശ്മീരിലേക്ക് വിടുന്നത്. അവിടെ വിട്ടാൽ ഇതേപോലുള്ള മൂപ്പരൊരു പോളിസി ഉണ്ടല്ലോ, ഡെഫിനറ്റായിട്ട് 2 കൊല്ലം കൊണ്ട് എല്ലാം തീരുമായിരുന്നു. സോ ചില ഓഫീസേഴ്സ് ഹാവ് ടു ടേക്ക് സെർട്ടൺ ആ ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് അയാളുടെ പേഴ്സണൽ വെഞ്ചിയൻസിനല്ല അത്, പക്ഷേ ആ സ്റ്റേറ്റിനെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ പലപ്പോഴും ശത്രുക്കളുണ്ടാവും. അങ്ങനെയാണ് പാവത്തിന് ഒരു ലേഡി കേസിലൊക്കെ കുടിക്കിയതല്ല, അതൊക്കെ ഉണ്ടായി. അത് ഈ പൊളിറ്റിക്കൽ റിവെഞ്ചും റൈവലറിയൊക്കെയാണ് അതിലും. എന്നിട്ട് പിന്നീട് ഞാൻ അദ്ദേഹത്തിന് 4 വർഷം കഴിഞ്ഞ് ഞാൻ ആർമി ചീഫിൻ്റെ ADC ആയിട്ടിരിക്കുന്ന സമയത്ത് കണ്ടപ്പം അദ്ദേഹം റിട്ടയറൊക്കെ ആയിട്ട് ചീഫ് ജനറൽ റോഡ്രിക്സിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞാനാണ് റിസീവ് ചെയ്യാൻ പോയത്. അപ്പം നമുക്കറിയാം ഇത്രയും വലിയ ആൾ, നമ്മളിപ്പോൾ ഉള്ളൊരു ക്യാപ്റ്റനൊക്കെ ഇങ്ങനെ ഓർക്കുന്നു. ലിഫ്റ്റിനകത്ത് കയറി VIP ആകെ 3 പേർക്ക് കയറാൻ പറ്റില്ല. ഞാൻ കയറി നിന്നിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സർ ഡു യു റിമെമ്പർ മീ, ഐ സെർവ്ഡ് അണ്ടർ യു എന്ന്. ഹി യൽ മൈ നെയിം, ക്യാപ്റ്റൻ രവീന്ദ്രനാണ്. അതാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ പൊസിഷനിൽ ഇരിക്കുന്നത്. ദി റിമെമ്പർ ദ പീപ്പിൾ ഹു സെർവ്ഡ് വിത്ത് ദം. ഞാൻ പറഞ്ഞു സർ ഐ എം ലിറ്ററലി മൂഡ്. അതേപോലെ തന്നെ ചീഫിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓ മൈ ഗോഡ്, അതാണ് ഇവരൊക്കെ ലീഡേഴ്സായിട്ട് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ചില ആളൊക്കെ കണ്ട് മറന്നങ്ങ് പോകും. ഹൃദയത്തിൻ്റെ ഭാഗമാണ്. യെസ്.